ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാൻ ഓഫ്. മക്കളെ, നമ്മുടെ സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളത്. അതിനുള്ളിലായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോണത്. ഇത് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ അവസാനത്തെ വീഡിയോ ആണ്. ഈ വീഡിയോ പഠിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾ കുറേ എണ്ണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി പഠിക്കാത്ത ഏതെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങളൊന്ന് പഠിച്ചു വെച്ച് പോവുക. കാരണം ഈ വീഡിയോ നമുക്കൊക്കെ 16 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. 4 മാർക്കിന് ചോദിക്കുന്ന 4 ചാപ്റ്ററുകളാണ് ഞാൻ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. 16 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെ ചാപ്റ്റർ എന്ന് അറിയണ്ടേ? ഒന്ന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞ ആ ബാങ്കുകളുടെ ചാപ്റ്റർ, അതായത് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇനി അതിൻ്റെ പെയറായിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, അതായത് മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇനി അത് കൂടാതെ മറ്റൊന്ന് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്സ്, അതായത് നമ്മുടെ രാഷ്ട്രവും രാഷ്ട്രാന്തര ശാസ്ത്രവും എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതേപോലെ അതിന് പെയറായിട്ട് വരുന്ന സിവിക് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് പൗരബോധം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. അപ്പോൾ ഇതിൽ ഓരോ പേരിനും നമുക്ക് 2 വീതം ചോദ്യങ്ങളാണ് 4 മാർക്കിൻ്റെ വരിക. അങ്ങനെ ടോട്ടൽ 16 മാർക്കാണ്. നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ഞാനിപ്പോൾ തരുന്ന വീഡിയോ ഒന്ന് 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ആ 4 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ബാങ്കിൻ്റെ ചാപ്റ്റർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സർവീസസ്, അതായത് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് നാളെ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അത് രണ്ടും ഇതിലുള്ളതായ രക്ഷപ്പെട്ടു. സോ ഫസ്റ്റ് വൺ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസ് ആണ്. നമുക്കറിയാം പ്രിന്റിംഗ് കറൻസി, നോട്ട് അച്ചടിക്കൽ, നമ്മുടെ 1 രൂപ നോട്ട് ഒഴികെ ബാക്കി എല്ലാ നോട്ടുകളും അടിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് അല്ലേ. പിന്നെ കൺട്രോളിംഗ് ക്രെഡിറ്റ്, അതായത് വായ്പകൾ നിയന്ത്രിക്കുക എന്ന് പറയും. വായ്പകൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പം അതേപോലെ ഡിഫ്ലേഷൻ, പണച്ചുരുക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പണത്തിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമ്മുടെ റിബേറ്റ് റേറ്റ് എന്ന് പറയും, അതായത് പലിശ നിരക്ക് കൂട്ടിയും കുറച്ചിട്ടൊക്കെയാണ് നമ്മുടെ റിസർവ് ബാങ്ക് എന്ത് ചെയ്യുന്നത്, ആ വായ്പകളെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഹെഡിങ്ങെങ്കിലും പഠിച്ചു നോക്കുക കേട്ടോ. പിന്നെ ബാങ്കർ ടു ബാങ്ക്, അതായത് ബാങ്കർ ടു ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്, ഗവൺമെൻറ്റിനൊക്കെ എന്തെങ്കിലും ഫിനാൻഷ്യൽ എയ്ഡോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സഹായിക്കുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും. പിന്നെ ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്, നമ്മുടെ ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ബാങ്കോ മറ്റേതെങ്കിലും ഒരു ബാങ്ക് നാശത്തിലേക്ക് പോവുകയോ അതിന് സാമ്പത്തികമായി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സഹായിക്കാനും നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഉണ്ടാവുക. അങ്ങനെ 4 ഫംഗ്ഷൻസ് ആണല്ലോ മക്കളെ. പഠിച്ചല്ലോ സെറ്റല്ലേ. എന്നാൽ പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ 4 രീതിയിലാണ് ഡെപ്പോസിറ്റുകൾ, നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും. അതിലൊന്നാമത്തെ സേവിങ്സ് ഡെപ്പോസിറ്റ് അഥവാ സമ്പാദ്യ നിക്ഷേപമാണ്. പേര് പോലെ തന്നെ സമ്പാദ്യശീലം വളർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിന് ചെറിയ രീതിയിലുള്ള പലിശയൊക്കെ, ഇൻട്രസ്റ്റ് ഒക്കെ നമ്മുടെ ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കറണ്ട് ഡെപ്പോസിറ്റ് ആണ്. ഇതിന് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിൽ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി കൊടുക്കുന്നുണ്ട്. അക്കൗണ്ടിലുള്ളതിനേക്കാൾ കൂടുതൽ പണം നമുക്ക് എന്ത് ചെയ്യുക, പിൻവലിക്കാനുള്ള ഒരു സൗകര്യം, ഒരു ലോൺ പരിപാടിയാണ് ഓവർ ഡ്രാഫ്റ്റ്. അത് കറണ്ട് അക്കൗണ്ടുകാർക്കാണ് ഉണ്ടാവുക. ഇതിന് പലിശ ഉണ്ടാവില്ല. ബിസിനസ്സുകാരൊക്കെയാണ് കൂടുതലും ഈ അക്കൗണ്ട് പ്രചലിത നിക്ഷേപം ചൂസ് ചെയ്യല്. പ്രചലിത നിക്ഷേപം എന്നാണ് ഇതിൻ്റെ മലയാളം കേട്ടോ. ഇനി ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപമാണ്. നമ്മളൊരു വലിയൊരു തുക കുറച്ച് കാലത്തേക്ക് സ്ഥിരമായിട്ട് നിക്ഷേപിക്കുന്ന, ഒറ്റയടിക്ക് നിക്ഷേപിക്കുന്നതാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപം. ഇതിന് നമ്മൾ ബാങ്ക് ഏറ്റവും കൂടുതൽ പലിശ നൽകുന്നുണ്ട്. ഇനി അതുപോലത്തെ മറ്റൊന്നാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ ആവർത്തിത നിക്ഷേപം. സോ ഈ ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ നമ്മൾ സ്ഥിര നിക്ഷേപത്തെ പോലെ തന്നെ പണം കുറേ കാലത്തേക്കാണ് അടയ്ക്കുന്നത്. പക്ഷെ ഒറ്റയടിക്കല്ല, ഘട്ടം ഘട്ടമായിട്ടാണ് അടിക്കുന്നത്. നമ്മൾ പോസ്റ്റ് ഓഫീസിലൊക്കെ കുറേയൊക്കെ ചേരുന്ന പോലെ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഈ ഒരു ഫ്ലോ ചാർട്ട് മക്കളൊന്ന് മനസ്സിലാക്കി വെക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്ലോ ചാർട്ട് എന്നിട്ട് ഫില്ല് ചെയ്യാനൊക്കെ വന്നേക്കാം. അപ്പോൾ നമുക്കറിയാം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മൾ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ബാങ്ക്, ഇവിടെ ബാങ്ക് എന്നാണ്. പിന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. പിന്നെ ബാങ്കുകൾ നമ്മൾ പ്രധാനമായിട്ടും 4 ടൈപ്പ് ബാങ്കുകളുള്ളത്. കൊമേഴ്ഷ്യൽ ബാങ്ക്, അതായത് വാണിജ്യ ബാങ്ക്, പിന്നെ കോപ്പറേറ്റീവ് ബാങ്ക്, സഹകരണ ബാങ്ക്, പിന്നെ ഡെവലപ്മെന്റൽ ബാങ്ക്, വികസന ബാങ്ക്, പിന്നെ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്, അതായത് സവിശേഷ ബാങ്കുകൾ. ഇനി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ നമ്മുടെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിന്റെ ബേസിക് ഫംഗ്ഷൻസ് ഉണ്ടല്ലോ 2 എണ്ണം. അതായത് എന്ത് ചെയ്യുക, വായ്പകൾ നൽകുക അല്ലെ, പ്രൊവൈഡ് ലോൺസ്, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുക അല്ലെ, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്യും. എന്നാൽ ബാങ്ക് ചെയ്യുന്ന എല്ലാ സേവനങ്ങളും ചെയ്യില്ല. ബാങ്ക് ചെയ്യുന്ന എല്ലാ സേവനങ്ങളും എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുക, ഡെബിറ്റ് കാർഡ് കൊടുക്കുക, ഇങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ടല്ലോ, ചെക്ക് കൊടുക്കുക, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്യാത്തതുമായിട്ടുള്ള ചില സ്ഥാപനങ്ങളുടെ ധനകാര്യ സ്ഥാപനങ്ങൾ. അതാണ് നമ്മുടെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് മ്യൂച്വൽ ഫണ്ടുകൾ, അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ, പിന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ, നമ്മുടെ ഈ ചിട്ടി കമ്പനികളൊക്കെ ഉണ്ടല്ലോ, മുത്തൂറ്റ്, മണപ്പുറം, KSF എന്നൊക്കെ പറഞ്ഞ മറ്റു സാധനങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് മക്കൾ പഠിച്ചു വെക്കുക. ഇനി ഞാൻ ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് ബാങ്കിൻ്റെ, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ അല്ലെങ്കിൽ വാണിജ്യ ബാങ്കുകളുടെ ബേസിക് ഫംഗ്ഷൻ, അടിസ്ഥാന ധർമ്മം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ 2 ഫംഗ്ഷനാണ്. ഒന്ന് ആസെറ്റ് ഡെപ്പോസിറ്റ്, അതായത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. ആ നിക്ഷേപങ്ങൾക്ക് എന്ത് ചെയ്യുക, വ്യക്തികളായാലും അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ആരിൽ നിന്നെങ്കിലും ഗവൺമെൻറ് നിന്നൊക്കെ നിക്ഷേപങ്ങൾ സ്വീകരിക്കും. അവർക്കൊക്കെ എന്ത് കൊടുക്കുക, ഇൻട്രസ്റ്റ് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അതുപോലെ ഗവൺമെൻറ്റിനൊക്കെ ലോൺ പ്രൊവൈഡ് ചെയ്യും, കടം കൊടുക്കും, വായ്പ കൊടുക്കും. അതിൽ നിന്ന് എന്ത് ചെയ്യും, പലിശ ഇങ്ങോട്ട് വാങ്ങും ചെയ്യും.
ചെയ്യും. അപ്പോൾ ഈ ഒരു ചാർട്ടും പഠിച്ചു വെക്കുക. ഇനി മറ്റൊന്ന് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഘടനയാണ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പബ്ലിക് സെക്ടർ ബാങ്ക്, അതായത് പൊതുമേഖലാ കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, അതായത് വാണിജ്യ ബാങ്ക് ഉണ്ട്. മറ്റൊന്ന് പ്രൈവറ്റ്, അതായത് സ്വകാര്യ മേഖലാ ബാങ്കുകളുണ്ട്. ഇനി സ്വകാര്യ മേഖലയിൽ തന്നെ 2 ഉണ്ട്. ഒന്ന് പ്രൈവറ്റ് ഇന്ത്യൻ ബാങ്ക്സ്, നമ്മുടെ ഇന്ത്യയിലുള്ള പ്രൈവറ്റ് ബാങ്കുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ വിദേശത്ത് നിന്ന് വന്നപ്പോൾ ICICI ബാങ്ക് ഒക്കെ പോലെയുള്ള വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള എന്തുണ്ട് സ്വകാര്യ ബാങ്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്ട്രക്ചറും ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ബാങ്കുകൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് ലോൺ കൊടുക്കാറുണ്ട്, വായ്പകൾ കൊടുക്കാറുണ്ട് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. മിക്കവാറും ഈ ചോദ്യക്കായിരിക്കും നാളെ വരിക. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ വാണിജ്യ ബാങ്കുകൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് ലോണുകൾ കൊടുക്കുന്നു. ഈസി ഉത്തരാണ്. കൃഷി ആവശ്യത്തിന്, ഇൻഡസ്ട്രിയൽ വ്യവസായ ആവശ്യങ്ങൾക്ക്, പിന്നെ വീടുണ്ടാക്കാൻ, കാറ് വാങ്ങാൻ, വല്ല വാഹനങ്ങൾ വാങ്ങാൻ, ഹോം അപ്ലയൻസസ്, TV, ഫ്രിഡ്ജ്, ഇങ്ങനെയൊക്കെയുള്ള ഹോം അപ്ലയൻസിൽ വീട്ടുപകരണങ്ങൾ അത് വാങ്ങാൻ ഏതെങ്കിലും ഒരു 4 പഠിച്ചു വെക്കടാ. സിമ്പിൾ അല്ലേ? ദെൻ അടുത്തത് അതർ ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ബാങ്ക്സ്. നമ്മൾ പറഞ്ഞു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന ധർമ്മം എന്ന് പറഞ്ഞാൽ പൈസ ഇങ്ങോട്ട് വാങ്ങുക, റിസീവ് ഡെപ്പോസിറ്റ്, പിന്നെ വായ്പ കൊടുക്കുക, ഇതല്ലേ? ഇത് കൂടാതെ ബാങ്കുകൾ എന്തൊക്കെ സേവനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചത് ഒരു 4 പഠിച്ചാൽ മതി. ഒന്ന് ലോക്കർ ഫെസിലിറ്റിയാണ്. നമുക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ബാങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഈ സ്വർണ്ണമൊക്കെ നമുക്ക് എഴുതിയില്ലേ, സ്വർണ്ണമൊക്കെ സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ബാങ്ക് അല്ലേ? പിന്നെ ATM എന്ന് പറഞ്ഞാൽ എനി ടൈം മണിയല്ല, ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീനാണ്. ATM എന്തൊക്കെ ചെയ്യണം, ATM കയറി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോണ്ടി. ഇനി എന്താ ATM എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നമുക്ക് നമ്മുടെ അക്കൗണ്ടിലുള്ള പണം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാനുള്ള ഒരു സൗകര്യമാണ് അല്ലേ? പിന്നെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിൽ പണം ഇല്ലെങ്കിൽ പോലും നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ഒരു കാർഡാണ്. പിന്നെ മെയിൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പണം ദൂരെയുള്ള ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കാനുള്ള, പണം മറ്റ് സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ ബാങ്ക് നൽകുന്ന മറ്റ് സേവനങ്ങളാണ്. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ നമുക്കറിയാം മൊബൈൽ ബാങ്കിങ്, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ റീചാർജിങ്, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കൽ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാങ്കുകളുടെ സേവനം ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഈ പറഞ്ഞ 4 പഠിച്ചു വെക്കാം കേട്ടോ. അതർ സർവീസസ് ആണ്, ഓർത്ത് വെക്കണം. ബേസിക് ഫംഗ്ഷന് പുറമെ ബാങ്ക് ചെയ്യുന്ന, അടിസ്ഥാന ധർമ്മങ്ങൾക്ക് പുറമെ ബാങ്ക് ചെയ്യുന്ന മറ്റ് സേവനങ്ങൾ. അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ബാങ്കിങ് മേഖലയിലെ നൂതന പ്രവണതകൾ അല്ലെങ്കിൽ മോഡേൺ ട്രെൻഡ്സ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ 2 ഉള്ളത്. ഒന്ന് കോർ ബാങ്കിങ്, മറ്റൊന്ന് ബാങ്കിങ്. അതിൽ ബാങ്കിങ് അഥവാ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ, ഇപ്പോൾ മൊബൈൽ ബാങ്കിങ് ഒക്കെ അല്ല, അതന്നെ സംഭവം, ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ബാങ്കിന്റെ സേവനങ്ങൾ ലഭ്യമാക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഗവേണൻസ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടില്ലേ? ഗവൺമെന്റിന്റെ സഹായങ്ങളൊക്കെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ, സേവനങ്ങളൊക്കെ ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ലഭ്യമാക്കാന്ന് അതിന്റെ ഗുണമായിട്ട് നമ്മൾ പഠിച്ചില്ലേ? പെട്ടെന്ന് സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കും. അതേപോലെ തന്നെ എന്താണ്, സർക്കാർ ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല, ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ. അതുപോലത്തെ ഗുണം തന്നെയാണ് ഇവിടെ. ബാങ്കിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, എപ്പം വേണമെങ്കിലും ബാങ്കിന്റെ സേവനങ്ങൾ നമുക്ക് ലഭ്യമാക്കാം. സ്പീഡ് വളരെ കൂടുതലാണ്, ചിലവ് കുറവാണ്. വീട്ടിലിരുന്ന് മൊബൈലിലൂടെ വരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പൈസ വേറെ സ്ഥലത്ത് അയച്ചു കൊടുക്കാം, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം, ടിക്കറ്റ് രജിസ്റ്റർ ചെയ്യാം അല്ലേ? ഒക്കെ നമ്മൾ ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ വഴി ചെയ്യുന്നില്ലേ? അപ്പോൾ അതൊക്കെ ബാങ്കിങ്ങിന്, ഇലക്ട്രോണിക് ബാങ്കിങ്ങിന് എക്സാമ്പിളാണ്. ഇനി അടുത്ത കോർ ബാങ്കിങ് ആണ്. കോർ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബാങ്കിന്റെ വിവിധ ശാഖകളെ തമ്മിൽ, ഒരു ബാങ്കിന് ഒരുപാട് സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ബ്രാഞ്ചുകളെ തമ്മിലും മറ്റ് ബാങ്കുകളൊക്കെ തമ്മിൽ ഒരൊറ്റ സെർവറിന് കീഴിൽ ഒന്നാക്കുക എന്നുള്ളതാണ്. അതായത് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ബാങ്കുകളുടെ വിവിധ ബ്രാഞ്ചുകളെ തമ്മിൽ ഒന്നാക്കുന്ന സിസ്റ്റമാണ് കോർ ബാങ്കിങ്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ ഒരു ബാങ്കിന്റെ ATM-ഉം ക്രെഡിറ്റ് കാർഡൊക്കെ മറ്റ് ബാങ്കുകളിൽ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിന്റെ ബ്രാഞ്ചിലേക്കൊക്കെ പണം അയക്കാനും പണം എടുക്കാനും ലോൺ അടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ഇന്ന് എല്ലാ ബാങ്കുകളും ഏകദേശം ഒരൊറ്റ സെർവറിന് കീഴിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കോർ ബാങ്കിങ്. ഓക്കെ, ഇനി അടുത്തത് സഹകരണ ബാങ്കാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ സഹകരണ ബാങ്ക്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ചോദ്യം വരും. അപ്പോൾ മനസ്സിലാക്കുക, ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് വായ്പ കൊടുക്കുക, അതേപോലെ തന്നെ എന്താ സ്വകാര്യ പണമിടപാട് നടത്തുന്ന ആളുകളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക. അവിടെ ഇംഗ്ലീഷ് ഉണ്ട്, നിങ്ങൾ ഈ പേജ് നമ്പർ നോക്കിയിട്ട് പഠിച്ചാൽ മതി. പേജ് നമ്പർ 172 ഉത്തരം. പിന്നെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ കൊടുക്കുക, അതേപോലെ തന്നെ ജനങ്ങളുടെ സമ്പാദ്യശീലം, സേവിങ്സ് ഹാബിറ്റ് വളർത്തുക. അവർ 4 പോയിന്റ് ഉണ്ട്, 4 പോയിന്റ് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ സ്ട്രക്ചറും കൂടി പഠിക്കുക. 3 ടൈപ്പ് സഹകരണ ബാങ്കുകളുള്ളത്: സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, പ്രൈമറി. ഓക്കെ, അതായത് സംസ്ഥാനം, ജില്ല, പ്രാഥമികം. അതൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ പേയ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്ക് ഉണ്ട്. നമ്മുടെ ഈ പുറത്തുനിന്നൊക്കെ വന്ന് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാങ്കാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കും. ചെറിയ ബാങ്കാണ്. സോ ഏകദേശം 1 ലക്ഷം വരെയുള്ള മാക്സിമം ഡെപ്പോസിറ്റുകളെ സ്വീകരിക്കുകയുള്ളൂ. റിസർവ് ബാങ്ക് അലോഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഇതിന് കൊടുക്കും, പലിശയൊക്കെ ഇതിന് കിട്ടും, പക്ഷേ ലോൺ കിട്ടൂല. അതേപോലെ തന്നെ ഇതിനെന്ത് ചെയ്യുന്ന ബാങ്ക് ഓരോ ട്രാൻസാക്ഷനും ചെറിയ ചെറിയ കമ്മീഷനൊക്കെ ഈടാക്കാറുണ്ട്. പിന്നെ ഡെബിറ്റ് കാർഡ് മാത്രമേ കിട്ടുള്ളൂ, ക്രെഡിറ്റ് കാർഡ് കിട്ടൂല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അതായത് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ATM ആണ് ഉദ്ദേശിക്കുന്നത്. ATM കിട്ടും, പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവില്ല. ഇനി സർവീസസ് പ്രൊവൈഡഡ് ബൈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. നമ്മൾ പറഞ്ഞു ബാങ്കിന്റെ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നതും എന്നാൽ ബാങ്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും നൽകാത്തതുമായിട്ടുള്ള സ്ഥാപനങ്ങളല്ലേ ധനകാര്യ കമ്പനികൾ എന്ന് പറയുന്ന ഫിനാൻഷ്യൽ കമ്പനീസ്. അതിന് എക്സാമ്പിളാണ് KSFE, അതേപോലെ തന്നെ മുത്തൂറ്റ്, മണപ്പുറം, ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ചിട്ടി കമ്പനികളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അത്തരം കമ്പനികളുടെ സേവനങ്ങൾ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർ ബാങ്ക് നൽകാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്കി ഇവിടെ ഹയർ പർച്ചേസ്, തവണ വ്യവസ്ഥയിൽ നമ്മുടെ ഇൻസ്റ്റാൾമെന്റുകളെ നെവർണസ്റ്റ് എന്നുള്ള ചാപ്റ്റർ ഓർമ്മയില്ലേ. അപ്പോൾ അങ്ങനെ ഹയർ പർച്ചേസിന് വാഹനങ്ങൾ വാങ്ങാനും മറ്റ് പല സാധനങ്ങൾ വാങ്ങാനും ലോൺ കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ വീട് നിർമ്മിക്കാൻ
നിർമ്മിക്കാൻ ലോൺ കൊടുക്കും, പിന്നെ ഗോൾഡ് ലോൺ കൊടുക്കും. നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പരസ്യം ഉണ്ടല്ലോ, വീട്ടിൽ സ്വർണ്ണം വെച്ചിട്ട് എന്തിനാന്ന് വെച്ചിട്ടല്ലേ. സോ നമുക്ക് പ്രൊവൈഡ് ലോൺ ഓൺ ദ ബേസിസ് ഓഫ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന്റെ മേൽ ലോൺ കൊടുക്കും. പിന്നെ ചിട്ടികൾ, ഇവരുടെ മെയിൻ പരിപാടിയാണ് ചിട്ടികൾ നടത്തുക അല്ലേ. KSFE-ലൊക്കെ നിങ്ങൾ കേട്ടില്ലേ, KSFE ചിട്ടി എന്നൊക്കെ. ഓക്കെ. അപ്പം ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഇതിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് എൻ്റെ വിശ്വാസം. ശരിയാവൂലേ? ഓക്കെ. അപ്പം പിന്നെ മക്കളെ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ടൈം എത്രയെന്ന് അറിയാം മക്കളെ? രാത്രി 12:45 1 മണി ആവാനായിട്ടുണ്ട് തോന്നുന്നുണ്ട്. വയ്യ മനുഷ്യന്. ഇപ്പോൾ പുറത്തൊക്കെ ഭയങ്കര സൈലൻ്റ്, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ സൗണ്ട് കുറച്ചിട്ട് ക്ലാസ് എടുക്കുന്നത്, വെറുതെ നാട്ടുകാരെ കണിപ്പിക്കണ്ടല്ലോ. അപ്പോൾ മക്കളെ നമ്മൾ അടുത്തായിട്ട് എടുക്കാൻ പോണത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ, അതായത് മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇതിൽ നിന്നും ആകെ ഒരു 5-6 ക്വസ്റ്റ്യൻ ഉള്ളൂ. ഇതങ്ങോട്ട് പഠിച്ചാൽ 8 മാർക്ക് ഇതിൽ കംപ്ലീറ്റ് ആയി. സോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ മൊത്തത്തിൽ 4 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യനാണ് 2 ചാപ്റ്ററിനും കൂടി ആയിട്ട് വരിക. പക്ഷേ നിങ്ങൾക്ക് 2 എഴുതാൻ പറ്റുള്ളൂ കേട്ടോ, 8 മാർക്കിന് എഴുതാൻ പറ്റുള്ളൂ. മൊത്തം 16 മാർക്കിന് വരും ഈ 2 ചാപ്റ്ററിനും കൂടി. സോ അവിടെ നോക്കൂ, ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മനുഷ്യ വിഭവശേഷി വികസനത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ ഏതെല്ലാം എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. അപ്പം 4 തലങ്ങളുണ്ട്. അതായത് മനുഷ്യന് വിദ്യാഭ്യാസം, ആരോഗ്യം, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തൊഴിലുള്ള ഒരു പരിചയം അല്ലേ, അതായത് ട്രെയിനിങ്, ഇതെല്ലാം കൊടുത്തുകൊണ്ട് ഒരു മനുഷ്യനെ നല്ലൊരു റിസോഴ്സ്, നല്ലൊരു വിഭവമാക്കി മാറ്റുക. അതായത് ശാരീരികവും മാനസികവുമായിട്ട് നല്ല ആരോഗ്യം കൊടുത്തുകൊണ്ട് ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും ജോലി ചെയ്യാൻ ഏബിളാക്കി മാറ്റുന്ന പ്രവർത്തനത്തിനാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മനുഷ്യ വിഭവശേഷി വികസനം എന്ന് പറയുക, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നല്ല ആരോഗ്യവും അറിവും കഴിവൊക്കെ ഉള്ള ഒരാളാണല്ലോ നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ്, അയാൾക്കല്ലേ നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഒരാളായി മാറുന്നത് 4 രീതിയിലൂടെയാണെന്ന് പറയുന്നത്. അതാണ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ 4 ഡിഫറെൻറ്റ് ലെവൽസ്, 4 തലങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്ക് നാളെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലെവൽസ് അല്ലെങ്കിൽ തലങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സോ ഫസ്റ്റത്തത് ഇൻഡിവിജ്വൽ ടേക്ക് അവേഴ്സ് ടു ഡെവലപ്പ് ദെയർ ഓൺ സ്കിൽസ്, അതായത് വ്യക്തികൾ സ്വയം കഴിവുകൾ കണ്ടെത്തും. ചില ആളുകൾ എങ്ങനെയാണ് അവരുടെ കഴിവ് സ്വയം കണ്ടെത്തിയിട്ട് അവർ തന്നെ ഒരു റിസോഴ്സ് ആയിട്ട് മാറും. ചില ആളുകൾക്ക് എന്താ, ഇപ്പോൾ എനിക്ക് കഴിവ് എന്താണ്, കച്ചവടം ചെയ്യുന്നതിന് ബിസിനസ്സിലാണ്, അപ്പം ഞാനൊരു ബിസിനസ്സുകാരനായിട്ട് മാറാമെന്ന് ചിലർ തീരുമാനിക്കും. ചിലർ പറയും എനിക്ക് ഡോക്ടർ ആവാനാണ് കഴിവ്, അപ്പം ഞാൻ ഡോക്ടറായി മാറട്ടെ എന്നാൽ അതിനു വേണ്ടി പഠിക്കും. അങ്ങനെ ചില ആളുകൾ സ്വന്തമായിട്ട് കഴിവ് കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യും, ഫാമിലി ക്രിയേറ്റ്സ് ആൻ എൻവയോൺമെൻറ്റ്. ചില ആൾക്ക് സ്വന്തമായിട്ട് കഴിവൊന്നും ഉണ്ടാവില്ല, കഴിവുണ്ടാവില്ല എന്നല്ല, കഴിവ് കണ്ടെത്താൻ കഴിയില്ല അല്ലെങ്കിൽ അവിടേക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ അവരെ ഫാമിലി സഹായിക്കും അല്ലേ, കുടുംബം പഠിപ്പിക്കും, അല്ലെങ്കിൽ കുടുംബം അവരുടെ കഴിവുകളൊക്കെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഒരാളെ റിസോഴ്സാക്കി മാറ്റും. ഇനി അതിനും പറ്റാത്ത ആളുകളെ ചില സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കും, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ഒരാൾ റിസോഴ്സായിട്ട് മാറുന്നതാണ് അടുത്ത ഘട്ടം. ദെൻ 4-മത്തെ നാഷൻ പ്രൊവൈഡ്സ്, രാഷ്ട്രം തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ആളുകളെ നല്ലൊരു റിസോഴ്സാക്കി മാറ്റും. അതാണ് 4-മത്തെ തലം. അപ്പോൾ ആ 4 കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക, ചോദ്യം വരും. ഇനി അടുത്ത് നിങ്ങൾ ഈ ഒരു ഫ്ലോ ചാർട്ടാണ് പഠിക്കേണ്ടത്. ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനുണ്ട് ഫ്ലോ ചാർട്ട്. മക്കൾ എന്തായാലും പഠിക്കണം. ഇതിൽ നിങ്ങൾക്ക് ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യവിഭവത്തിൻ്റെ അല്ലെങ്കിൽ മാനവവിഭവത്തിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറയും, അതായത് ഗുണപരമായ സവിശേഷത. മറ്റൊന്ന് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്, ഗുണപരം. അപ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗുണമാണ്, ഇത് രണ്ടും അങ്ങോട്ടും മാറിപ്പോകരുത്. അപ്പോൾ ഈ ഫീച്ചേഴ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നാളെ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഗുണപരമാണെങ്കിൽ അതിൽ സൈസ് ഓഫ് പോപ്പുലേഷൻ, അതായത് ജനസംഖ്യയുടെ വലിപ്പം, പിന്നെ അതേപോലെ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യാ വളർച്ച, പിന്നെ പോപ്പുലേഷൻ സ്ട്രക്ചർ, ജനസംഖ്യാ ഘടന, പിന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഈ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് അഥവാ ഗുണപരമായ സവിശേഷതയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ 2 ഉള്ളൂ, 2 കൂടിയുണ്ട്. അതായത് എഡ്യൂക്കേഷൻ, ഒന്ന് എന്താണ് നമ്മുടെ വിദ്യാഭ്യാസം തന്നെയാണ്, മറ്റൊന്ന് ഹെൽത്ത് കെയർ, ആരോഗ്യമാണ്, അതായത് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റികളാണ് പറയുന്നത് കേട്ടോ. പിന്നെ വേറെ ട്രെയിനിങ്, പരിശീലനമാണ്. മറ്റൊന്ന് ഫിസിക്കൽ ക്യാപിറ്റൽ, അതായത് സാമൂഹിക മൂലധനം അല്ലെങ്കിൽ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയും, സാമൂഹിക മൂലധനം. അപ്പോൾ ഈ 4 കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ടെസ്റ്റിൻ്റെ ബാക്ക് പേജിൽ ഈ ചാപ്റ്ററിന് തന്നെ കുറച്ച് ബാക്കോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം. ആ 4 പോയിന്റാണ് നിങ്ങൾ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് വെച്ചാൽ ഇതുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് 4 മാർക്കിന് ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലോ ചാർട്ട് തന്നെ തന്നിട്ട് അത് ഫില്ല് ചെയ്യാനും വന്നേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഫ്ലോ ചാർട്ട് മക്കളൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ്, വൈ ആർ പോപ്പുലേഷൻ സ്റ്റഡീസ് കണ്ടക്റ്റഡ്, അതായത് ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ കണക്കെടുപ്പ് സാധാരണയായിട്ട് നടത്തലുണ്ട്. ചുമ്മാ ആളുകളുടെ തലെണ്ണി പോകലല്ല, ഓരോരുത്തരുടെ വിദ്യാഭ്യാസവും ആരോഗ്യസ്ഥിതിയുമാണ് പെണ്ണിങ്ങനൊക്കെ വർഗീകരിച്ചുകൊണ്ടാണ് എണ്ണെടുക്കൽ. എന്തിനാണ് ഇങ്ങനെ പോപ്പുലേഷൻ സ്റ്റഡി, ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്തിനാണ്, ഇൻഫോംസ് ദ അവൈലബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ എ കൺട്രി, ഒരു രാജ്യത്തെ ജനസംഖ്യാ മനുഷ്യ വിഭവത്തിൻ്റെ ലഭ്യത അറിയാണ്. അതേപോലെ തന്നെ ഡെപിറ്റ്സ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ബേസിക് ഫെസിലിറ്റീസ് റിക്വയർഡ് ബൈ ദ പീപ്പിൾ, ജനങ്ങൾക്ക് ഇനി എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്നറിയാൻ. പിന്നെ അതേപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് എന്തൊക്കെ വേണമെന്നറിയാൻ. പിന്നെ അതേപോലെ തന്നെ ഡിറ്റർമിൻസ് ദ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് പോളിസി, സാമൂഹിക സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുന്നത്, ഡെമോഗ്രഫി എന്ന് പറയും. ആ ജനസംഖ്യ കണക്കെടുപ്പ് നമ്മൾ നടത്തുന്നില്ല, സെൻസസ് എന്നൊക്കെ പറയും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഒരു രാജ്യത്തിൻ്റെ ഈ ഒരു ഫ്ലോ ചാർട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു ചാർട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ, അതായത് ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം. ഇതെന്താ സംഭവം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തെ ജനങ്ങളുടെ ഗ്രോത്തിൽ, പോപ്പുലേഷൻ ഗ്രോത്തിൽ, ജനസംഖ്യാ വളർച്ചയിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന, ചേഞ്ചസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ 3 കാര്യങ്ങളാണ്. അതായത് ജനനനിരക്ക്, മരണനിരക്ക്, പിന്നെ കുടിയേറ്റം. അതായത് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നും പഠിക്കുക. അതേപോലെ തന്നെ ബർത്ത് റേറ്റ്, അതായത് ജനനനിരക്ക് എന്ന് പറഞ്ഞാൽ 1000-ൽ എത്ര കുട്ടികൾ ജീവനോട്
ജനിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരു സ്ഥലത്ത് ജനനനിരക്ക് അല്ലെങ്കിൽ ബർത്ത് റേറ്റ് കൂടുമ്പോൾ ജനസംഖ്യ കൂടും, അതേപോലെ ഡെത്ത് റേറ്റ് കൂടുമ്പോൾ ജനസംഖ്യ കുറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്ഡ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ ബെനിഫിറ്റ്സ് ആണ് ചോദിച്ചത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇംപ്രൂവ്ഡ് ഹ്യൂമൻ റിസോഴ്സ്? അതായത് മെച്ചപ്പെട്ട മാനവവിഭവം കൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പോൾ ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് നല്ല ആരോഗ്യം നല്ല അറിവുണ്ടെങ്കിലല്ലേ ആ രാജ്യത്തെ മാനവവിഭവം മനുഷ്യവിഭവം അല്ലെങ്കിൽ മനുഷ്യന്മാർ മെച്ചപ്പെട്ടു എന്ന് പറയാം. അങ്ങനെ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവും അല്ലേ, ആളുകളുടെ തൊഴിലെടുക്കാനുള്ള ക്ഷമത വർദ്ധിക്കും. പിന്നെ എക്കണോമിക് ഇനീക്വാലിറ്റി കുറയും, എല്ലാവർക്കും നല്ല വരുമാനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ജോലിക്ക് പോലും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക അന്തരം കുറയ്ക്കും, പണക്കാരനും പാവപ്പെട്ടുള്ള അന്തരം കുറയും. പിന്നെ നാച്ചുറൽ റിസോഴ്സുകൾ പ്രകൃതി വിഭവങ്ങളൊക്കെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയും. പിന്നെ എൻ്റർപ്രണർഷിപ്പ് ഇംപ്രൂവ്സ്, അതായത് എല്ലാവരും നല്ല അവരുടെ കഴിവുകളൊക്കെ കണ്ടെത്തി മികച്ചവരായി കഴിഞ്ഞാൽ അവർക്ക് പുതിയ പുതിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാം. പിന്നെ സോഷ്യൽ വെൽഫെയർ സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്തും. പിന്നെ അതേപോലെ തന്നെ അഡ്വാൻസ് ടെക്നോളജികളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൊരു 4 ഉണ്ടെങ്കിലും മക്കൾ പഠിച്ചു വെക്കണം, 4 മാർക്കിനൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ മെച്ചപ്പെട്ട മാനവവിഭവം കൊണ്ടുള്ള നേട്ടങ്ങളാണ് ഇംപ്രൂവ്ഡ് ഹ്യൂമൻ റിസോഴ്സ് കൊണ്ട്. ഇതേപോലത്തെ ചോദ്യങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നാളെ നിങ്ങൾക്ക് ഒരു 99% വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വിദ്യാഭ്യാസം എങ്ങനെ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് സഹായിക്കുന്നു? ഹൗ ഡസ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് ദ നേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് എ നേഷൻ? ഒരു രാജ്യത്തിന്റെ വികസനത്തിൽ വിദ്യാഭ്യാസത്തിനുള്ള പങ്കാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 4 കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഒന്ന്, വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെടുത്തും. വിദ്യാഭ്യാസം കിട്ടിയാൽ ആളുകളുടെ കഴിവ് മെച്ചപ്പെടും, സ്കില്ല് ഡെവലപ്പ് ആവും. പിന്നെ ടെക്നോളജി എങ്ങനെയാണ് സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു ജോലി കിട്ടും, അതിലൂടെ നല്ലൊരു ഇൻകം കിട്ടും. ആ ഇൻകവും ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവരുടെ ജീവിത നിലവാരവും എന്ത് ചെയ്യും? മെച്ചപ്പെടും അല്ലേ. ഇനി നിങ്ങൾക്ക് ഇവിടെ എഡ്യൂക്കേഷണൽ പദ്ധതികളാണ്. ഇതിൽ 2 ഇപ്രാവശ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നത്. ഇനിയും 2 ഉണ്ടാകും കൂടി പഠിച്ചു വെക്കുക. ഒന്ന് ICDS ആണ്, സംയോജിത ശിശു വികസന പരിപാടി. നമ്മുടെ അംഗൻവാടിയിലൊക്കെ ഉള്ള പരിപാടിയാണ്. അതായത് 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമഗ്രമായ വികസനമാണ്. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാർക്കുള്ള അവരുടെ പരിചരണം കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് പിന്നെ ബാക്കി നിങ്ങൾക്ക് ഈ സാധനം കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി ഫണ്ട്, അതായത് നമ്മുടെ ഈ എന്തെങ്കിലുമൊക്കെ സ്കില്ല് ആളുകളെ യുവജനങ്ങൾക്ക് സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ആ 2 പ്രൊജക്റ്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസം എങ്ങനെ രാഷ്ട്രത്തിന്റെ പുരോഗതിയെ സഹായിക്കുന്നു എന്ന്, അതുപോലെ തന്നെ ആരോഗ്യമുള്ള വ്യക്തികൾ എങ്ങനെ രാഷ്ട്രത്തിന്റെ പുരോഗതിയെ സഹായിക്കുന്നു. ഹൗ ക്യാൻ ഹെൽത്തി പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഗ്രോത്ത് ഓഫ് എ കൺട്രി അല്ലേ. ഒരു രാജ്യത്തിന്റെ വികസനത്തിൽ ആരോഗ്യമുള്ള വ്യക്തികൾക്ക് എങ്ങനെ പങ്കെടുക്കാൻ കഴിയും? അപ്പോൾ നമുക്കറിയാം ആരോഗ്യമുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും, കാരണം അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സുകൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. നേരത്തെ നമ്മൾ ഇംപ്രൂവ്ഡ് ഹ്യൂമൻ റിസോഴ്സ് കൊണ്ടുള്ള ഗുണങ്ങൾ തന്നെ അതിൽ എത്തിച്ചാൽ മതി. പിന്നെ അതേപോലെ മെഡിക്കൽ എക്സ്പെൻസ് കുറയും, എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ആശുപത്രിയൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ രാജ്യത്തിന് ലാഭമാണ് അല്ലേ. പിന്നെ അടുത്തത് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവും, എല്ലാവരും നന്നായിട്ട് പണിയെടുക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, അത് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഈ ചാപ്റ്ററിലുള്ളത്. ഇനി നമുക്ക് 2 ചാപ്റ്ററും കൂടി ഉണ്ട്, സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്സും അതേപോലെ തന്നെ സിവിക് കോൺഷ്യസ്നസ്, അതായത് പൗരബോധം. അപ്പോൾ നമുക്ക് അതുകൂടി പെട്ടെന്ന് എടുക്കാം മക്കളെ. ഇനിയുള്ള 2 ചാപ്റ്ററിനും സ്ലൈഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ടൈമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എനിക്ക് ഒറ്റ PDF ഒരു ടൈമിൽ തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റാണ് തുറന്നു വെച്ചത്. ഞാൻ മലയാളം മീഡിയത്തിന് പറഞ്ഞുതരാം, പേജുകളൊക്കെ പറഞ്ഞുതരാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോട്ട് ചെയ്ത് കണ്ട് തുറന്നു വെച്ചുകൊണ്ട് അതിൽ ആ പേജൊക്കെ നോട്ട് ചെയ്തിട്ട് അത് വേഗം പഠിച്ചാൽ മതി. നമുക്ക് അധികം ടൈമില്ലല്ലോടാ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്സ്, രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് ഒരു സ്റ്റേറ്റിന് ഉണ്ടായിരിക്കേണ്ട 4 ബേസിക് ഫാക്ടേഴ്സ്, അതായത് 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഒന്നാമത്തെ പോപ്പുലേഷൻ, അതായത് ജനസംഖ്യ. എന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരു ചെറുതായിട്ടൊന്ന് നോട്ട് 2-3 പോയിന്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഒരു സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന നിലയിൽ ജനസംഖ്യ എന്താണ്, ജനസംഖ്യ എന്താണെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഒരു 2-3 പോയിന്റ് പഠിച്ചേക്കുക. പിന്നെ അടുത്തത് ടെറിറ്ററി, ഭൂപ്രദേശമാണ്. ഒരു രാജ്യത്തിന് കര, കടൽ ഇങ്ങനെയൊക്കെയുള്ള അതിർത്തികൾ വേണം അല്ലെ, ആകാശ അതിർത്തി ഇതൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഗവൺമെന്റ്, ഒരു രാജ്യത്തിന്റെ 3ാമത്തെ ഘടകം, അത്യാവശ്യം വേണ്ട 3ാമത്തെ ഘടകമാണ് ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ ചുമതലകൾ 3 അവിടെ പറയുന്നുണ്ട്, അതൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സോവറിറ്റി, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പരമാധികാരം അല്ലെങ്കിൽ സോവറിറ്റി. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കും. അപ്പോൾ സോവറിറ്റി 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇന്റേണലി, എക്സ്റ്റേണലി, അതായത് ബാഹ്യതലവും അതേപോലെ ആഭ്യന്തര തലവും. അപ്പോൾ ഇത് രണ്ടും എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം, പരമാധികാരത്തിൻ്റെത്. ദെൻ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നാളെ നിങ്ങൾക്ക് 99% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഒരു രാഷ്ട്രത്തിന്റെ ചുമതലകൾ, സ്റ്റേറ്റിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന്. 2 ഫംഗ്ഷൻസ് ആണുള്ളത്, ഒബ്ലിഗേറ്ററി ഫംഗ്ഷനും ഡിസ്ക്രിഷണറി ഫംഗ്ഷനും, അതായത് നിർബന്ധിത ചുമതലകളും പിന്നെ അതേപോലെ തന്നെ വിവേചനപരമായിട്ടുള്ള ചുമതലകളും. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെയാണ് അതിൻ്റെ ഉത്തരമുള്ളത്. ഒരു രാജ്യം നിർബന്ധമായിട്ടും ചെയ്യേണ്ട ചുമതലകളാണ് ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻസ്. ഇവിടെ ഈ ഭാഗത്തിന്റെ മേലത്തെ പാരഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം. എന്നാൽ രാജ്യത്തിന് പണമുണ്ടെങ്കിൽ അതിന്റെ എക്കണോമിക് സ്റ്റാറ്റസിനനുസരിച്ച് മാത്രം ചെയ്യാവുന്നതാണ് ഏത്, ഡിസ്ക്രിഷണറി അല്ലെങ്കിൽ വിവേചനപരമായ ചുമതലകൾ. അത് എഴുതിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ പറഞ്ഞ എക്സാമ്പിൾസ് എഴുതാൻ. 4 എക്സാമ്പിൾ ഒബ്ലിഗേറ്ററിക്കും 4 എക്സാമ്പിൾ ഡിസ്ക്രിഷണറിക്കും, അതായത് വിവേചനപരമായ ചുമതലകൾക്കും കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും ചുമതലകൾ മാത്രം 4 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അത് മാത്രം എഴുതിയാൽ മതി. ഇനി ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സ്റ്റേറ്റിന്റെ ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻസ് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിഷണറി വിവേചനപരം മാത്രം ചോദിക്കാം. അപ്പോൾ ഏതാണ് ചോദിക്കുന്നത് അതിനനുസരിച്ച് മാത്രം ആൻസർ ചെയ്താട്ടോ, എല്ലാം കൂടി എഴുതരുതേ. ഇനി അടുത്ത ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ചോദിക്കില്ല എന്ന് വിചാരിക്കാം, എന്നാലും നോക്കി വെച്ച് പോയിക്കൊണ്ടി. ഇനി അടുത്തത് സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺ, അതായത് 2 തരത്തിലുള്ള സിറ്റിസൺഷിപ്പ് ഉണ്ട്. അതായത് നാച്ചുറൽ സിറ്റിസൺഷിപ്പും പിന്നെ അക്വയർഡ് സിറ്റിസൺഷിപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് സ്വാഭാവിക പൗരത്വവും ആർജിത പൗരത്വവും ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പഠിച്ചു
പഠിച്ചു വെച്ചോണ്ടി. ദെൻ അടുത്തത് പിന്നെ നിങ്ങൾക്ക് ഇതിൽ വരാൻ സാധ്യതയുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ വിവിധ പഠന മേഖലകൾ, സ്റ്റഡി ഏരിയാസ് ഏതൊക്കെയാണ്, പൊളിറ്റിക്കൽ തിയറീസ്, അതായത് നമ്മുടെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, പിന്നെ അതേപോലെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്, അതേപോലെ തന്നെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, താരതമ്യ രാഷ്ട്രീയം, പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതായത് പൊതുഭരണം, ഈ 4 പഠിച്ച് വെച്ചേണ്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക്, അതായത് അടുത്ത സിവിക് കോൺഷ്യസ്നെസ് ആണ്, അതായത് പൗരബോധം. അപ്പോൾ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട കോമൺ സെൻസിനെയാണ് നമ്മൾ പൗരബോധം എന്നറിയല്ലേ. അതായത് നമ്മൾ അഹങ്കരിക്കാതെ, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാതെ, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ സമൂഹത്തിനും കൂടി നല്ലത് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അതായത് നമ്മൾ സമൂഹത്തിനെ ദ്രോഹിക്കാതെ നമ്മൾ നമ്മളെ കാര്യങ്ങൾ ചെയ്യുക, അത്ര മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ വഴിയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കാണുമ്പോൾ അത് മാറ്റി വെക്കണം, വഴി വൃത്തികേടാക്കി വെക്കരുത്, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, ഇതൊക്കെ സിവിക് കോൺഷ്യസ്നെസ്, പൗരബോധത്തിന് നല്ല സാധനമാണ് അല്ലേ. അപ്പോൾ നല്ല പൗരന്മാരാണെങ്കിൽ പൗരബോധം ഉണ്ടാവും, നല്ല പൗരബോധമുള്ള പൗരന്മാർ, സിവിക് കോൺഷ്യസ്നെസ് ഉള്ള പൗരന്മാരുണ്ടെങ്കിൽ രാജ്യവും നന്നാവും അല്ലേ. അതിന് എക്സാമ്പിളാണ് ഇവിടെ കുറേ ആൾക്കാർ, മദർ തെരേസ, ഗാന്ധിജി, ഇങ്ങനെ കുറേ ആൾക്കാരുടെ ഫോട്ടോകളൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും 4 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ വരില്ലേ. അപ്പോൾ മക്കൾ ആദ്യം ഈ ഒരു സാധനം പഠിച്ചു വെച്ചോണ്ടി. സിവിക് കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിൽ, അതായത് വാട്ടർ സ്കേഴ്സിറ്റി, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ചില പ്രശ്നങ്ങളാണ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, അത് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തും. ഉദാഹരണത്തിന് വാട്ടർ സ്കേഴ്സിറ്റി, ജലക്ഷാമം നിങ്ങളുടെ ചുറ്റുപാടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ മക്കളെ ചെയ്യുക, നിങ്ങൾ ബോധവൽക്കരണം നടത്തും. അതേപോലെ തന്നെ മഴവെള്ളം സംഭരിക്കും അല്ലേ. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾ ആരെങ്കിലും വെള്ളം പാഴാക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പരാതി കൊടുക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ചുണ്ടാക്കിയത്, അത് റയറായിട്ട് ചോദിക്കുള്ളൂ, എന്നാലൊന്ന് മനസ്സിലാക്കി വെച്ചേണ്ടി. എന്നാൽ നിങ്ങൾക്ക് നാളെ ചോദിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് സിവിക് കോൺഷ്യസ്നെസ്. പൗരബോധം വളർത്തിയെടുക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫാമിലി, എഡ്യൂക്കേഷൻ, സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ് കുറേ ഉണ്ട്. അവിടെ ഓരോന്ന് ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, സിവിക് കോൺഷ്യസ് വളർത്തിയെടുക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, സിവിക് കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ, അതായത് പൗരബോധം വളർത്തിയെടുക്കുന്നതിൽ ഫാമിലിയുടെ പങ്കെന്താണ്, കുടുംബത്തിൻ്റെ പങ്കെന്താണെന്ന് ചോദിക്കും. അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ പങ്കെന്താണെന്ന് ചോദിക്കും. അതുമല്ലെങ്കിൽ അസോസിയേഷൻ, അതുമല്ലെങ്കിൽ മീഡിയ, മാധ്യമം, ഇതിലേതെങ്കിലും ഒന്നിൻ്റെ പങ്ക് ചോദിക്കും. ചിലപ്പോൾ ഡെമോക്രാറ്റിക് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ മക്കൾ ഇതിൽ ഓരോന്നിനും ഒരു 3 പോയിന്റ് വീതം അല്ലെങ്കിൽ 4 പോയിന്റ് വീതം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എല്ലാത്തിനും സെൻറ്റൻസുകളാക്കി കൊടുത്തിട്ടുണ്ട്, ഒന്ന് ടെക്സ്റ്റ് വായിച്ചിട്ട് പോകുക കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് കുടുംബത്തിലൂടെയാണ് നമുക്ക് മുതിർന്നവരെ ബഹുമാനിക്കാൻ കിട്ടുക അറിയാം, അതേപോലെ തന്നെ വ്യക്തി ശുചിത്വം പാലിക്കാൻ അറിയും, അതേപോലെ തന്നെ പരസ്പരം കോപ്പറേഷൻ, സഹകരണം, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇതൊക്കെ നമുക്ക് കുടുംബത്തിലൂടെയാണ് കിട്ടുക അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോന്നിനും പറയുന്നുണ്ട്, ഓരോന്നിലെയും നമുക്ക് സിവിക് കോൺഷ്യസ്നെസ്സിന് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ സിവിക് കോൺഷ്യസ്നെസ്സും മൊറാലിറ്റി നമുക്ക് ഓൾറെഡി വന്നു, അപ്പോൾ അതുകൊണ്ട് ഇനി അത് ചോദിക്കില്ല എന്ന് വിചാരിക്കാം. ഇനി നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള മറ്റൊരു പ്രധാന ചോദ്യം, സിവിക് കോൺഷ്യസ്നെസ്സിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫിഷ് ആയിട്ട് മാറുക, സ്വാർത്ഥരായിട്ട് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കില്ലേ. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് സിവിക് കോൺഷ്യസ്നെസ് ചലഞ്ചസ്. അതായത് പൗരബോധം വെല്ലുവിളികൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഇവിടെ 4 പോയിന്റ് കാണാം, 4 പോയിന്റ് പഠിക്കുക. ഒന്നുമില്ല, ഈച്ച് വൺ ഷുഡ് ഇവാലുവേറ്റ് ഹിസ് ഓൺ ആക്ടിവിറ്റീസ് ക്രിട്ടിക്കലി. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക എന്നുണ്ടെങ്കിൽ, നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുമ്പോഴോ മറ്റൊരാൾ നന്നാവാനോ വേണ്ടി പറയുന്ന സമയത്ത് ആദ്യം നമ്മളെ തന്നെ നോക്കുക, അതായത് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക, നമ്മൾ നല്ലതാണോ. ഇപ്പോൾ നമ്മൾ സിഗരറ്റ് വലിക്കെങ്കിൽ മറ്റൊരാളെ സിഗരറ്റ് വലിക്കരുത് എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല, ആദ്യം നമ്മൾ നിർത്തുക എന്നിട്ട് പറയാം അല്ലേ. ഇതിന് അതേപോലെ തന്നെ എന്താണ്, നമ്മൾ ഷുഡ് വർക്ക് ഫോർ വൺസ് ഇൻട്രസ്റ്റ് വിത്തൗട്ട് ഗോയിങ് അഗൈൻസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്. നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ജോലി ചെയ്യാം, എന്തും ചെയ്യാം, പക്ഷെ അതൊരിക്കലും മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കെതിരാവരുത്. ഇപ്പോൾ ഒരു കള്ളൻ ചെയ്യുന്നത് എന്താണ്, അയാൾക്ക് വേണ്ടിയിട്ട് അയാൾ മോഷ്ടിക്കുന്നു, പക്ഷെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. പിന്നെ അതേപോലെ തന്നെ ബി ദ ചേഞ്ച് വിച്ച് യു എക്സ്പെക്ട് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നമ്മൾ കാണുന്ന മാറ്റങ്ങൾ അത് നമ്മളിൽ ആദ്യം ഉണ്ടാക്കുക അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഈ റൈറ്റ്സിനും ഡ്യൂട്ടീസിനും, അവകാശങ്ങൾക്കും ചുമതലകൾക്കും തുല്യ എന്ത് ചെയ്യുക, പ്രാധാന്യം കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ എപ്പോഴും ഇൻഡിവിജ്വൽസ് ഒക്കെ ഒരു ഡെമോക്രാറ്റിക്കലി, അതായത് നമ്മുടെ ജനാധിപത്യ രീതിയിൽ പെരുമാറുക, നല്ല സഹിഷ്ണുതയോടെ പെരുമാറുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു 4 പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത് സോഷ്യൽ സയൻസ് പഠനവും സിവിക് കോൺഷ്യസ്നെസ്സിനെ വളർത്തിയെടുക്കാൻ എങ്ങനെ സഹായിക്കുന്നതാണ്. ഇതിലൊരു 4 പോയിന്റ് പഠിച്ചു വെച്ചോ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷ പേപ്പറിൽ കാണാം. ആകെ 5-6 ക്വസ്റ്റ്യനേ ഉള്ളൂ, അതിന് 2 നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തായാലും മക്കളെ, നിങ്ങൾക്കൊണ്ട് പഠിക്കാൻ പറ്റുന്നത് ഈ 2 ചാപ്റ്ററിനും പഠിച്ചു വെച്ചോളി. മൊത്തം ഈ 2 ചാപ്റ്ററിനും കൂടി 4 ക്വസ്റ്റ്യനാണ് വരിക. അപ്പോൾ എവിടെ തൊട്ടാലും നിങ്ങൾക്ക് പഠിച്ചത് വരുമെന്നുള്ള പ്രതീക്ഷ തന്നെ നിന്നോളി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.